എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറെ ദിവസങ്ങളായി നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രവചനമാണ് CP റാഷിദിൻ്റെത്. CP റാഷിദ് എന്ന പേര് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മലയാളികൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. CP റാഷിദ് കോഴിക്കോട്ടുകാരനായ നാദാപുരം സ്വദേശിയായ CP റാഷിദ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായ CP റാഷിദ് കഴിഞ്ഞ 6 വർഷമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ശരിക്കും സോഷ്യൽ മീഡിയയിലെ താരമാണ്, പ്രവചന താരം എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് CP റാഷിദിനെ. ആ CP റാഷിദ് അതായത് ഇന്ന് വോട്ടെടുപ്പ് നടന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റാഷിദിന്റെ പ്രവചനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ആ റാഷിദിന്റെ പ്രവചനം എന്താണ് എന്നുള്ളത് വളരെ വളരെ വിശദമായി നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം റാഷിദിനെ കുറിച്ച് നിങ്ങളോട് പറയണമെന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ, അതായത് 2021 പിണറായി വിജയൻ രണ്ടാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന് പ്രവചിച്ചിരുന്ന ഒരാളാണ് CP റാഷിദ്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പ്രത്യേകിച്ചും ഈ ഒരു 100 സീറ്റിനടുത്ത് നേടിക്കൊണ്ട് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് 2021 പ്രവചിച്ച അപൂർവം രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളാണ് CP റാഷിദ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു 6-7 വർഷമായി ഏതാണ്ട് ഒരു 20ഓളം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഉപതിരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളാണ്, തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് റാഷിദ് നടത്തിയിരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 90% വളരെ കൃത്യമായിട്ടായിരുന്നു റാഷിദിന്റെ തിരഞ്ഞെടുപ്പ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് വടകരയിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും ടീച്ചറമ്മയും തമ്മിൽ ഏറ്റുമുട്ടിയ ആ മത്സരമുണ്ടല്ലോ, 1,14,000 ചില വോട്ടുകൾക്കാണ് അവിടെ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അതേ വോട്ടിന്റെ എണ്ണം 1,15,000 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ചത് റാഷിദായിരുന്നു കേട്ടോ. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ 100 സീറ്റിന്റെ ഒരു ചുറ്റളവിൽ സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചതും റാഷിദ് തന്നെയായിരുന്നു. പക്ഷെ റാഷിദിന്റെ തിരഞ്ഞെടുപ്പ് ഫലം ഞാൻ പറഞ്ഞല്ലോ 90% ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ തെറ്റായി പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം റാഷിദ് പ്രവചിച്ചത് തെറ്റിപ്പോയിരുന്നു. അത് റാഷിദിന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മുൻനിര ഈ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ നടത്തുന്ന ഒരു 90% ആൾക്കാർക്കും, 99% ആൾക്കാർക്കും ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് തെറ്റിപ്പോയിരുന്നു. മറ്റൊന്ന് ചേലക്കരയായിരുന്നു കേട്ടോ. ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ വിജയം റാഷിദ് പ്രവചിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം രമ്യ ഹരിദാസ് തോറ്റുപോയി. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPMന് മുൻ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും ഈ രമ്യ ഹരിദാസ് മത്സരിച്ചിരുന്ന ആ അവസരത്തിൽ രമ്യ ഹരിദാസിന് കിട്ടിയ വോട്ട് തമ്മിലുള്ള ഒരു അന്തരം നിങ്ങൾ നോക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് പ്രവചനം നടത്തുമ്പോഴും അതില് 100% കൃത്യത എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 100% കൃത്യതയാണെങ്കിൽ പിന്നെ വോട്ടെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും കാര്യമൊന്നുമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ CP റാഷിദിനെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ CP റാഷിദ് പ്രവചിച്ച ഏതാണ്ട് 20ഓളം ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ അതിൽ 90% വളരെ കൃത്യമായിട്ടാണ് റാഷിദ് പ്രവചിച്ചിരുന്നത്. അങ്ങനെ റാഷിദിന്റെ ആ പ്രവചനം എന്താണെന്ന് അറിയോ? ഈ ഉടക്കി സാമി തേങ്ങ എന്ന് പറഞ്ഞ പോലെ കുറെ ദിവസങ്ങളായി
റാഷിദിന്റെ ആരാധകര് റാഷിദിനോട് പറയുന്നു, സ്വാമി ഉടക്കി തേങ്ങ. അവസാനം റാഷിദ് തേങ്ങ ഉടച്ചിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് ഈ ഷാജൻ സ്കറിയുമായി ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച് CP റാഷിദ് സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ റാഷിദ് പറഞ്ഞിരുന്നു UDF-നാണ് ഒരു മേൽക്കൈ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കൃത്യമായി പ്രവചനം നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായി പറയൂ, ഓരോ ജില്ലയിലും എത്ര എന്ന് ഷാജൻ സ്കറിയെ നിർബന്ധിച്ച് ചോദിച്ചിട്ടും റാഷിദ് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ സാധാരണ പ്രവചനം നടത്താറുള്ളത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കിയിട്ട് മാത്രമേ എന്റെ പ്രവചനം, അതാണ് എന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 78+ ആണ് ശതമാനക്കണക്ക് കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല വോട്ടിംഗ് ശതമാനമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അങ്ങനെ ഏതായാലും റാഷിദിന്റെ പ്രവചനം ഇങ്ങനെയാണ്: UDF-ന് 91 മുതൽ 102 വരെ, UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്നാണ് CP റാഷിദ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 99.99% നിങ്ങൾക്ക് വിശ്വസിക്കാം. മെയ് 4-ാം തീയതി ഫലമറിഞ്ഞാൽ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. എങ്ങനെയാണ്? കഷ്ടിച്ചല്ല, 91 മുതൽ 102 വരെ. അതിനിടയ്ക്ക് വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നേ, ഇന്റലിജൻസ് റിപ്പോർട്ട്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 99 സീറ്റ് UDF-ന് കിട്ടുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരുന്നു. ഏതാണ്ട് അതിനോട് അടുപ്പിച്ചിട്ടാണ് ഇത് പറയുന്നത്. 91-നും 102-നും ഇടയിൽ എന്നാ പറയുന്നത് കേട്ടോ. 102 100+. അതെ, ഇതിൽ ശതമാനക്കണക്ക് പറയുന്നേ 41.5% മുതൽ 45% വരെ വോട്ടുകൾ UDF-ന് കിട്ടുമെന്നാ പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, UDF-ന് 91 മുതൽ 102 വരെ ശതമാനക്കണക്ക് 41.5% മുതൽ 45% വരെ വോട്ടുകൾ UDF-ന് ലഭിച്ചേക്കാം. ഇനി LDF-ന്റെ സ്ഥിതി 38 മുതൽ 48 വരെ. അത്യന്തം ദയനീയമായ തോൽവിയായിരിക്കും LDF-ന് എന്നാ പറയുന്നത്. 38 സീറ്റ്, അതല്ലെങ്കിൽ 38 മുതൽ എത്ര വരെ? 48 വരെ. ലഭിക്കാവുന്ന വോട്ടിംഗ് ശതമാനം 36.5% മുതൽ 39.5% വരെ കേട്ടോ. ഇനി NDA ഏറ്റവും കൗതുകകരമായ പ്രഖ്യാപനമാണ്, ഏറ്റവും കൗതുകകരമായ പ്രവചനമാണ് NDA. എല്ലാവരും ഇപ്പൊ LDF ആണോ UDF ആണോ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനേക്കാൾ എല്ലാവരും കാത്തിരിക്കുന്നത് BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതാണ്. റാഷിദ് പറയുന്നു BJP, അതായത് NDA 1 മുതൽ 3 വരെ സീറ്റ് എന്നാ പറയുന്നത്. 1 മുതൽ 3 വരെ സീറ്റ്, അതായത് 14% മുതൽ 17% വരെയാണ് BJPക്ക് റാഷിദ് കാണുന്ന വോട്ടിംഗ് ശതമാനം കേട്ടോ. അതിനുശേഷം ആ പോസ്റ്റില് റാഷിദ് പറയുന്നു 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്ത ന്യൂനപക്ഷ വോട്ടിന്റെ പരിപൂർണമായ റിവേഴ്സ് സ്വീപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതിന് അടിസ്ഥാനമായി റാഷിദ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2001 ശേഷം ഇടതുപക്ഷത്തേക്ക് അടുത്തിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പരിപൂർണമായി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയും അത് UDF-ലേക്ക് പോവുകയും ചെയ്തു. വളരെ കൃത്യമായ നിഗമനമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവനും UDF-ലേക്ക് പോയി. ഏറ്റവും വലിയ രസം അത് മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഭൂരിപക്ഷ വോട്ടും ഒരു വലിയ പരിധി വരെ BJP-യിലേക്കും UDF-യിലേക്കും പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റാഷിദ് NDA-ക്ക് 1 മുതൽ 3 വരെ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ NDA-ക്ക് 1 മുതൽ 3 അല്ല, അതിനേക്കാൾ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഇടക്ക് കയറിക്കൊണ്ട് എന്റെ ഒരു നിഗമനം കൂടി ഞാൻ ഇവിടെ ചേർത്ത് വെക്കുകയാണ്. ഇനി റാഷിദ് പറയുന്ന മറ്റൊരു കാര്യം, സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. സഖാക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. റാഷിദ് സീപ്പിന്റെ പ്രവചനത്തിന്റെ ആ ഒരു അനാലിസിസ് ആണ്. അതായത് സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടത് അടിസ്ഥാന അനുഭാവ വോട്ടർമാരെ ഒരേപോലെ നിരാശപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ CPM-ലെ പലരും ഇത്തവണ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. അവർ മറിച്ചുകുത്തി. കാരണം സ്വജനപക്ഷപാതം കൂടുതൽ പ്രകടമായി. അത് ഇടതുപക്ഷത്തുള്ളവരെ തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമില്ലാത്തവരാക്കി മാറ്റി. മറ്റൊന്ന്, രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത. നമുക്കറിയാം, ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചു, പിന്നെ എന്താ പറയാ, ആരോടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. അതിനുശേഷം CPI-ക്കാർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയപ്പോ അതിന് ഒപ്പുവെക്കുന്നില്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെ ഒരു 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 സ്ഥിരതയില്ലാതെ ഇപ്പൊ SDP കാര്യം തന്നെ അവസാനം നമുക്ക് പറയാം. അതായത് വർഗീയ ശക്തികളോട് കൂടില്ല എന്ന് പറയുന്നു. അവസാനം SDP വോട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു 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 കൃത്യതയില്ലാത്ത, ഒരു രാഷ്ട്രീയമായ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഒരു നിലപാടാണ് ഇടതുപക്ഷം കൈക്കൊണ്ടത് എന്നുള്ളത് റാഷിദ് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. രാഷ്ട്രീയ നിലപാടിലെ തുടർച്ചയായ അസ്ഥിരത ഇടത് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരെ ആകെ നിരാശപ്പെടുത്തി. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി റാഷിദ് പറയുന്നുണ്ട് കേട്ടോ. അതിതാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത ഗ്രാഫിൽ സമാനതകളില്ലാത്ത കുറവ് സംഭവിച്ചു. 2021 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിഗത ഗ്രാഫ് ഉയർന്നിരുന്നു. നമുക്കറിയാം ഈ പ്രളയവും കോവിഡിനൊക്കെ ശേഷം ഇതിന്റെയൊക്കെ ഒരു സംരക്ഷകൻ, ഒരു കരുതൽ, ജനങ്ങളെയാകെ സംരക്ഷിച്ചു നിർത്തുന്നത് താനാണ് എന്ന് പറയുന്ന ഒരു ആ രീതിയിലുള്ള ഒരു പരിവേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരുന്നു. അത് ഇത്തവണ അതാകെ കളഞ്ഞു കുളിച്ചു. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഏറ്റവും ആൾക്കാർക്ക് മുഴുവനും അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു പ്രതീകമായിട്ട് മാറി. 2021 അങ്ങനെയല്ലായിരുന്നു. ഇതും ഇടതുപക്ഷത്തിന്റെ കനത്ത തിരിച്ചടിക്ക് കാരണമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഈ കനത്ത തോൽവിക്ക് കാരണം നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വ്യക്തിപരമായി പിണറായി വിജയന്റെ പരാജയം കൂടിയാണ് അത് എന്നാണ് റാഷിദ് CP ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാലോ, അതായത് രേവന്ത് റെഡ്ഡിയെ വിളിച്ചത് എന്താണ്? ഡാഷിന്റെ മോനെ രേവന്താണ്, അല്ലെ? ഡാഷിന്റെ മോനെ, നായിന്റെ മോനെ രേവന്തേ എന്ന് വിളിച്ച പിണറായി വിജയൻ ഒരു പാവപ്പെട്ട സഖാവ് CMA ഒരു ചോദ്യം ചോദിച്ചപ്പോ CMA ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോ പോയി വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു പാവം പെൺകുട്ടി, ഒരു സഖാവ് പെൺകുട്ടി സ്റ്റേജിൽ വെച്ച് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. പിണറായി വിജയനോട് ഒരു സെൽഫി എടുക്കണമെന്ന് ചോദിച്ചപ്പോ മാറി നിൽക്ക് എന്ന് പറഞ്ഞ പിണറായി വിജയൻ, ഇത്രമാത്രം ധാർഷ്ട്യം, ഇത്രമാത്രം അഹങ്കാരം, ഇത് വോട്ടർ, അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ CPM-കാർ തന്നെയാണ് ഇത്തവണ മറിച്ചു കുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട ഒരു സാധനത്തിന്റെ, ഇത്തരത്തിൽപ്പെട്ട ഒരു മുതലിനെ ഇനി വേണ്ട, പിണറായി വിജയനെ വേണ്ട എന്നുള്ളതാണ് ഇവിടെ CPM-കാർ പറയുന്നത്. റാഷിദ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും റാഷിദിന്റെ ഈ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യം അതാണ്. ഇതിന് ഒരുപാട് കമന്റുകൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, എന്നെ ഏറ്റവും അധികം ആകർഷിച്ചെന്താണെന്നറിയോ? ഈ റാഷിദിന്റെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രവചനം ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിന്റെ അടിയിൽ CPM-ന്റെ കടന്നൽ കൂട്ടങ്ങൾ വന്ന് റാഷിദിനെ എന്താ പറയാ ഉന്മൂലനം ചെയ്യുമായിരുന്നു. ശരിക്കും റാഷിദിന്റെ എല്ലാവിധ തെറിവിളികളും ഉണ്ടാകുമായിരുന്നു. കാരണം ആ രീതിയിൽ, അല്ലേ? കാരണം റാഷിദ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു പ്രവചന താരമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് റാഷിദ് എന്താ പറയുന്നത്. കാരണം ഇതുവരെ നമ്മള് കേട്ട ഈ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളൊക്കെ, അതായത് പ്രീപോൾ സർവേ മുഴുവനും ഉഡായിപ്പ് സർവേകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മാതൃഭൂമി നടത്തിയതും, മനോരമ നടത്തിയതും, ഏഷ്യാനെറ്റ് നടത്തിയതും, അല്ലെങ്കിൽ ബിഗ് TV നടത്തിയതും, അങ്ങനെ വിവിധങ്ങളായ ചാനലുകൾ നടത്തിയത് മുഴുവനും പെയ്ഡ് ഇത്തരത്തിലുള്ള സർവേകളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിയിട്ട് ഒരു അടിസ്ഥാനവും ഇല്ലാതെ, ഇപ്പൊ വടകര പോലെ KK രമ ജയിക്കോ തോൽക്കോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സർവേകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതൊക്കെ അത്തരം സർവേകളൊക്കെ കണ്ടും കേട്ടും മടുത്ത ആൾക്കാര് കാത്തിരിക്കുകയാണ്. റാഷിദ് എന്താ പറയാ, പ്രത്യേകിച്ചും 2021 പിണറായി വിജയനാണ് വരിക. 100 സീറ്റുകളോടെ പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വരും എന്ന് പ്രവചിച്ച റാഷിദ് 3ാം തവണ അധികാരത്തിൽ വരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് റാഷിദ് പറയുന്നത് വരില്ല. ഏറ്റവും അപമാനകരമായ, അല്ലെ, അപമാനകരമായ ഒരു പതനത്തിലേക്കാണ് LDF പോകുന്നത്. വെറും എത്ര സീറ്റ്? ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, 38 മുതൽ 48 വരെ മാത്രം. ഇതാണ് 100 എന്നൊക്കെ ഗോവിന്ദനും ഈ ഇരട്ടച്ചങ്ങനൊക്കെ പാട്ടുപാടി നടന്നപ്പോഴാണ് റാഷിദ് പറയുന്നത് 48, പരമാവധി 48, കുറഞ്ഞതാണെങ്കിൽ 38. അതേസമയം UDF-ന് എത്രയാണ്? 91 മുതൽ 102 വരെ, NDA-ക്ക് 1 മുതൽ 3 വരെ. ഇനി കുറച്ച് ഈ എന്താ പറയാ ഈ പോസ്റ്റിന് ശേഷം വന്ന കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. കാരണം അന്തംഗമ്മികൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നില്ല. കാരണം അന്തംഗമ്മികൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ അന്തംഗമ്മികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് CPM കനത്ത തോൽവിയിലേക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ വെറുതെ വന്നിട്ട് റാഷിദിനെ ചീത്ത പറയേണ്ട കാര്യമില്ലല്ലോ. റാഷിദ് പറഞ്ഞത് 100 അല്ല 101% ശരിയാണ് എന്ന് ഇവിടത്തെ സഖാക്കളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പറയാൻ പേടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന 1-2 കമന്റുകൾ ഇങ്ങനെയാണ്. സംഗീത് വിനായകൻ പറയുന്നു, എന്നാ പിന്നെ മെയ് 4 വരെ കാത്തിരിക്കേണ്ട,
സതീശൻ മുഖ്യമന്ത്രിയും ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ആവട്ടെ, സ്പീക്കർ അൻവർ മതി, അല്ലെങ്കിൽ KM ഷാജി, പിണറായി അവരെയൊക്കെ സാറേ സാറേ എന്ന് വിളിച്ച് ചമ്മട്ടെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കും. KK രമയോ അൻവറോ KM ഷാജിയോ ഒക്കെ സ്പീക്കർ കസേരയിൽ ഇരുന്നാൽ പിണറായി വിജയൻ എഴുന്നേറ്റ് സാർ 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 എന്ന് വിളിക്കേണ്ടി വരുന്നേ. ഇത് ജനാധിപത്യമാണ്. അതാണ് സംഗീത് വിനായകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അജിത്ത് പറയുന്നു, താങ്കളുടെ പ്രവചനം നേരായി ഭവിക്കട്ടെ. ജനങ്ങൾ അത്രയ്ക്ക് സഹിച്ചിരിക്കുന്നു. കാരണം ജനങ്ങളാകെ സഹികെട്ടിരിക്കുകയാണ്. ഈ പണ്ടാറെന്ന് ഈ കുരുപ്പൊന്ന് പൊട്ടി തീർന്നാ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് ജനങ്ങളാകെ ഈ ദുർമുഖം കാണുമ്പോ ഇനി കാണാൻ വയ്യ എന്നുള്ള രീതിയിലാണ് ഈ ജനങ്ങൾ ഈ പറയുന്ന പിണറായി വിജയന്റെ മുഖം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെരുവായ തെരുവുകളിൽ മുഴുവനും നൂറുകണക്കിന് ഹോൾഡിങ്ങുകൾ. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നാളെ മറ്റന്നാളും മാറ്റുന്നു. അതൊക്കെ അവിടെ തന്നെ കിടക്കും തോന്നും കുറെ കാലം. TV-യിലും പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് നാളെ മുതൽ ഇനി കാണില്ല. പക്ഷേ ഈ തിരുവോരത്ത് കിടക്കുന്ന ഈ കൂറ്റൻ ഹോർഡിങ്ങുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. കുറച്ചു കാലം കൂടി ഈ ദുർമുഖം കാണേണ്ടി വരും. ഇനി അജിത്ത് പറയാണ്, താങ്കളുടെ പ്രവചനം നേരായി ഭവിക്കട്ടെ. ജനങ്ങൾ അത്രയ്ക്ക് സഹിച്ചിരിക്കുന്നു, ഇനി വയ്യ. അതാണ് ഈ വിജയം സൂചന നൽകുന്നത്. ശരിയാണ്. ഇതാണല്ലോ നമ്മുടെ എന്താ പറയാ ജനാധിപത്യത്തിന്റെ വിജയമാണിത്. ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, പിണറായി വിജയന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ. ജനങ്ങൾ കൈവിരൽ ചൂണ്ടി പറയും, വിജയ മാറി നിക്ക് വിജയ എന്ന് ജനങ്ങൾ പറയും. കാരണം ജനങ്ങളാണ് ഇയാളെ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലേറ്റിയത്. അല്ലാതെ ഇയാൾക്ക് ഇങ്ങനെ തൈക്കണ്ടിന്ന് കിട്ടിയ ഒരു എന്താ പറയാ ഒരു അവകാശം പോലെ കിട്ടിയ സംഭവം ഒന്നുമല്ല. മൂപ്പര് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് മരുമോനെ കണ്ട് കയറ്റാതാണ്. മരുമോനും പൊട്ടും അമ്മായിയച്ഛനും പൊട്ടും. ഇതാണ് അതായത് 102 സീറ്റുകളും പറഞ്ഞാൽ ധർമ്മടവും പോകും, ബേപ്പൂരും പോകും. ഉറപ്പാണ്. പക്ഷേ റാഷിദ് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അട്ടിമറി തോൽവി അല്ലെങ്കിൽ അട്ടിമറി വിജയം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം, ധർമ്മടത്തും പൊട്ടും, ബേപ്പൂരും പൊട്ടും. ഷാജഹാൻ പറയുന്നു, അത് വേറൊരു പിണറായി വിജയന്റെ ഒരു ആരാധകൻ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ കമന്റുകൾ പറഞ്ഞതിൽ അതാണ് ഷാജഹാൻ പലാരി. പോട നാറി നിന്റെ ഉമ്മയുടെ കോപ്പ് എന്ന്. ഇതാണ് CPM, ഇതാണ് അന്തം കമ്പികൾ എന്ന് പറയുന്നത്. അതായത് CP റാഷിദ് വളരെ ജെന്യൂനായിട്ട് ഒരു പ്രവചനം നടത്തിയപ്പോ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 പിണറായി വിജയനാണ് അധികാരത്തിൽ വരിക എന്ന് വളരെ കൃത്യമായി പ്രവചിച്ച റാഷിദ് ഇപ്രാവശ്യം വരിക UDF ആണ്, അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ എന്ന് പറയുമ്പോ അന്തം കമ്പികള് പോട നാറി നിന്റെ ഉമ്മയുടെ കോപ്പ് എന്ന് പറയാൻ പിണറായി വിജയൻ പഠിപ്പിക്കുകയാണ് ഇവന്മാരൊക്കെ. പിണറായി വിജയൻ രേവന്തിനെ മറ്റേ തെലങ്കാന മുഖ്യമന്ത്രിയെ നായിന്റെ മോനെ എന്ന് വിളിച്ചതുപോലെ തന്നെയാണ് അന്തംകമ്പികൾ എന്ന് പറയുമ്പോൾ അന്തംകമ്പികൾക്ക് പിണറായി അങ്ങനെ വിളിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വിളിച്ചൂടെ എന്നുള്ള രീതിയിലാണ് റാഷിദിന്റെ ഉമ്മയുടെ വരെ അല്ലെ റാഷിദിന്റെ ഉമ്മയെ വരെ ഈ അപമാനിക്കുന്നത്. ഇതാ പറയുന്നത് ഈ അന്തംകമ്മികൾ ഉണ്ടല്ലോ, അന്തംകമ്മികള് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ CPM ഗതി പിടിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരോട് ഞാൻ പറയുകയാണ്, ഇമ്മാതിരി തീട്ടക്കമ്മികൾ ഉണ്ടല്ലോ, ഈ തീട്ടക്കമ്മികളും ഈ ദേശാഭിമാനി എന്ന് പറയുന്ന കൈരളി എന്ന് പറയുന്ന നിങ്ങളുടെ ഈ 2 മാധ്യമങ്ങൾ ഉണ്ടല്ലോ, ഇതാണ് നിങ്ങളെ തകർക്കുന്നത് കേട്ടോ. ഇത് രണ്ടും അല്ലെങ്കിൽ 3 കൈരളി, ദേശാഭിമാനി, പിന്നെ പറയുന്ന ഈ ഒരു സാധനം ഈ അന്തകമ്മികൾ എന്ന് പറയുന്ന ഈ 3 മാറ്റി നിർത്തിയാലുണ്ടല്ലോ നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ. CPM രക്ഷപ്പെടും. ഇത് 3 ഒഴിവാക്കിയാൽ മതി. പിന്നെ റിപ്പോർട്ടർ പോലെ കുറെ അത് പിന്നെ പൈസക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മരമുറി ചാനലൊക്കെയാണ്. അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് മിക്കവാറും പൂട്ടാൻ വേണ്ടി പോവുകയാണ്, അത് വേറെ കാര്യം. ഇനി ഇത് ഒരുപാട് ആൾക്കാർ അതിനുശേഷം അവരുടെ മനസ്സിലുള്ള ഈ എന്താ പറയാ ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നസീറി ടീക്ക് പറയുന്നത് എന്താ അറിയോ, ഇപ്പോഴേ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുക. സഖാക്കളോടാണ്, എല്ലാ സഖാക്കളും സ്വരാജെ മോനെ ശ്രദ്ധിക്കട്ടോ, ഇപ്പോഴേ റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുക. മെയ് 4-നുള്ള നെഞ്ചുവേദന ഒഴിവാക്കാം. അതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോ അപ്പം ഒരു കിടിലൻ നെഞ്ചുവേദനയൊന്നും ആവണ്ട. ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊരു ഷോക്ക് ആവൂട്ടോ. അല്ലെങ്കിൽ മെയ് 4 ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് പിണറായി തന്നെ 100 110 120 130 പിണറായി മൂന്നാം പിണറായി എന്നും പറഞ്ഞുകാണ്ട് ഇങ്ങനെ വല്ലാണ്ട് CJ പറഞ്ഞ മാതിരി മറ്റേ കോൾമയിലും കൊണ്ട് ഇരിക്കണ്ട. മെയ് 4-ാം തീയതി യഥാർത്ഥ ഫലം വരുമ്പോ നെഞ്ചു പൊട്ടും മക്കളെ. അതുകൊണ്ട് ഇപ്പം തന്നെ ഏതാണ്ട് CP റാഷിദിന്റെ പ്രവചനം
നെഞ്ചേറ്റുകയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലാവാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.